അവൻ ബന്ധിനി അച്ഛൻ തിന്നു. ഹലോ നമസ്കാരം. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ ഇങ്ങനെ നടക്കാനേ. അപ്പോൾ കൃഷ്ണാട്ടൻ പണിക്ക് പോയി എന്നല്ലേ, ബൈക്കിൽ നിന്ന് കൃഷ്ണാട്ടൻ കിട്ടി, നമ്മുടെ സുഹൃത്ത് കൃഷ്ണാട്ടൻ. അപ്പോൾ കൃഷ്ണാട്ടൻ പണിക്ക് പോയി. അതാ അപ്പോൾ കൃഷ്ണാട്ടൻ മുളക് പറിക്കാനാ പോകുന്നു. മുളകിലുണ്ട് കൃഷ്ണാട്ടൻ ഇപ്പം ഉണ്ടല്ലേ, കുറവാണല്ലേ. അപ്പം നമ്മൾ ഇവിടെ നമ്മളെ ഫ്രണ്ട് സുനിയാട്ടൻ്റെ ഒരു നാടൻ കോഴി വെക്കുന്ന കടയുണ്ടേ. സുനിയാട്ടൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, റെഡിയാക്കിനും നല്ല വറുത്തരച്ചിരി നല്ല അടിപൊളി കറി വെക്കാം അല്ലേ കൃഷ്ണാട്ടാ? വറുത്തരച്ച കോഴിക്കറി അല്ലേ? നാടൻ കോഴി ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല അല്ലേ? നോക്കട്ടെ എന്നാൽ. ഇതാണ് സുനിയാട്ടൻ്റെ കട കേട്ടാ, കോഴിക്കട. സുനിയാട്ടാ റെഡി ആയിനാ? ആക്കിയിട്ടേ റോഡ് പണി എടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്കിനെ കയറണം. നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായി. നാടൻ കൊയ്യല്ലേ സുനിയേട്ടാ? നല്ല അടിപൊളി പൂവൻ അല്ലേ? നല്ല പൂവനാണ്. ഒന്ന് ആവശ്യം ഉണ്ടെങ്കിൽ സുനിയേട്ടൻ വിളിച്ചോ, നമ്പർ ഞാൻ കൊടുക്കാം. ബോർഡ് ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ബോർഡില്ല, അതിന് നമ്പർ ഉണ്ടല്ലോ അല്ലേ? എടുക്കാം. സുനിയേട്ടൻ റെഡി ആയില്ലേ? എന്നാ പിന്നെ താറ്റ കൊടുത്ത് ബൈ ബൈ. അങ്ങനെ വീട്ടിലെത്താൻ പോന്നേ. ലത വരുന്നുണ്ട് നവലിനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ടേ. ഇതാ കോഴി മേടിച്ചിനെ, നാടൻ കോഴി. സുനിയേട്ടൻ എടുക്കുന്നു. നല്ല വറുത്തരച്ച കറി വെക്കാം. തേങ്ങയില്ലേ നവലെടുത്തു? ഓ നവൽ ഓടുന്നുണ്ട്. എന്താടാ ബസ് വരുന്നത്ര? നവലും തിരക്കായി. കൊറേ സമയം നാരാട്ടൻ വരുമ്പം കുറച്ച് നാടൻ ചിക്കൻ കൊണ്ടുവന്നു. ഇതൊന്നും ആക്കണ്ട് വറുത്തരച്ചിട്ട് ആക്കണ്ട്. വറുത്തരച്ച് വെക്കാം. ഞാനൊന്ന് ഇത് കഴുകട്ടെ. അപ്പം നമ്മുടെ കോഴിയിറച്ചി നല്ല വൃത്തിയുടെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. അച്ഛൻ ചക്കപ്പൂവിൽ കൊത്തുന്നുണ്ട്. മിനിയാന്ന് 2 കൊണ്ടുവന്നതാണ്. അപ്പോൾ മിനിയാന്ന് 2 ഒപ്പരാക്കിയിട്ട ഇന്നേക്ക് വെച്ചിനി. കുറച്ച് വാടിപ്പോയി ഞാച്ചാ, കുറച്ച് വാടിയിനി. എന്നാലും നിങ്ങൾ ആക്കാം, വറവാറ്റാക്കാം അല്ലേ? ഉപ്പേരിയാറ്റാക്കാം, കളയണ്ടല്ല. കൊത്തമ്പാരി വറുത്തരക്കാം അല്ലേ? വറ്റൽ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി അല്ലേ? ചെറിയ ഉള്ളിയും തോല് കളയുന്നുണ്ട്. അച്ഛനെടുത്ത് നമ്മുടെ ചക്കപ്പൂവിൻ്റെ കരുളി ചെത്തുന്നുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമായത് ചക്കപ്പൂലി. അച്ഛൻ ചിക്കൻ കറിയെക്കാട്ടി ഇഷ്ടം ഇതാവുന്നു അല്ലേ? അല്ലമ്മേ? എന്താ എനക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ വെച്ചാലും പുളിങ്കറി വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനക്കെല്ലാം ഇഷ്ടം തന്നെ. ഇഷ്ടമുണ്ടായത് നല്ലല്ലേ? കറികൾ വെച്ച് ഇഷ്ടമില്ലാതെയാ? അങ്ങനൊന്നുമില്ല. ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറി നല്ല നാടൻ ചിക്കനാണ് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ നാടൻ കോഴി വാങ്ങി. അപ്പോൾ ഇനി നമുക്ക് കോഴിക്കറി തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ കറിവേപ്പില, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്,
വെളുത്തുള്ളി അല്ലേ? ഇതെല്ലാം നമ്മുടെ ആദ്യം അല്ലൂടണം അല്ലേ? അപ്പൊ നമ്മുടെ കഴുകി വെച്ച നമ്മളെ ചിക്കനിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലി അല്ലമ്മേ? അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാ, കുറച്ച് മസാലപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയാ, ഗരം മസാലപ്പൊടി കുറച്ച് മതിയാ. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്ക. കുഴക്കാനാവൂല അതാ എരിയും പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ കുഴക്കുന്നുണ്ടേ. അമ്മക്കും കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് കുഴച്ചു കൊടുക്ക. നാടൻ കോഴിയായോണ്ട് കൊട്ടുന്ന ഭയങ്കര ഉറപ്പാണ്. കൈവേദന എടുക്കും. മസാല ഒന്ന് നല്ല പിടിക്കട്ടെ. ഇതിന് കുറച്ച് സമയം ഇടവൊക്കെ. അപ്പൊ നമുക്ക് വറുത്തരയ്ക്കാൻ വേണം. ഇത് അച്ഛൻ അതൊന്നും ശ്രദ്ധിക്കാതെ അച്ഛൻ ഇഷ്ടപ്പെട്ട സാധനം ഇതാ മുറിച്ച് ഇടുന്നുണ്ട് അച്ഛൻ. കഴിഞ്ഞു അല്ലച്ചാ? ഞാൻ കുറച്ച് സഹായിച്ചു അച്ഛനെ. അച്ഛനെ എനക്ക് ഇഷ്ടപ്പെട്ട സാധനം. ചൊളയായി അല്ലേ? ചെറിയ കുരുവലും വരാൻ തുടങ്ങി. നീ കണ്ട? എന്നാലും ടേസ്റ്റാണ്. ഇതും കുക്കറിൽ ഒഴിക്കാം അല്ലേ? അപ്പൊ മറ്റേതൊന്നും ആവട്ടെ, എന്നിട്ട് ഇത് കുക്കറിൽ ഒഴിക്കാം. നല്ലോണം ഉപയോഗിക്കണം അല്ലേ? തേങ്ങയുടെ വെള്ളം കളയല്ലേ? വെള്ളം കളയല്ല. അങ്ങനെ അതിന്റെ ഇത് എടുക്കടാ മുത്തി. അപ്പൊ കുക്കറിൽ കിടന്നിട്ട് നമ്മള് ചിക്കനെല്ലാം ഏകദേശം വന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന് കൊത്തമ്പാരി വറുത്തെടുക്കണം അല്ലേ? ഇതവിടെ മാറ്റി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങ, ഉണക്കമുളക്, കറിവേപ്പില, കൊത്തമ്പാരി. അങ്ങോട്ട് കൊത്തമ്പാരി പറയുന്നത് മല്ലി. ഇതൊന്നും വറുത്തെടുക്കട്ടെ. അപ്പൊ നമ്മുടെ തേങ്ങയും മല്ലി വറ്റൽമുളകും വറുത്തായിട്ടുണ്ട്. അരച്ചെടുക്കണം അല്ലേ? നല്ല വൃത്തി ഒന്ന് അരച്ചെടുക്കുക. അപ്പൊ നമ്മുടെ കുക്കറിൽ വേവിച്ച ചിക്കൻ ചട്ടിയിലേക്ക് തട്ടുന്നുണ്ടേ. വെള്ളം മുമ്പ് പോന്ന് ചാറ് ഏതായാലും വേണല്ലോ. അപ്പൊ നമ്മുടെ അടുപ്പ് കത്തിയിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ വേവിച്ച ചിക്കൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ചൂടാവട്ടെ അല്ലേ? ഇനി നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നല്ലൊന്ന് മിക്സ് ആക്കട്ടെ. ഇളക്ക. വേവിട്ടല്ലേ? കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ടേ. ഇനി നമ്മുടെ ചിക്കൻ കറി വാങ്ങിയൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ? കത്തുന്നുണ്ട്. എടുത്തു വെച്ചോ. കറിയല്ലേ, അധികം പറ്റണ്ട.
ഇനി ഒരു വറവും കൂടെ വേണം അല്ലേ? വറുത്തിടാൻ ചില ആൾക്കാർ വറുത്തൊന്നും കൂടെ ഇല്ല അല്ലേ? ഒരാൾ ഇഷ്ടമാണ്. അച്ഛനിത് ചെറിയ കാലത്തിലും കുട്ടിയൊക്കെ അറിയാവുന്നല്ലോ. കടുക്, കുറച്ച് കടുക്, കറിവേപ്പില, കളിക്കും. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ. വിളമ്പ് ആദ്യം അച്ഛൻ വിളമ്പ്. പതുക്കന് വിളമ്പ്, വേവിലാതി വേണ്ട, ചാറാക്കി. അച്ഛനോട് അടുത്ത നമ്മുടെ ചക്ക, ഇടിച്ചക്ക. ചക്ക കുറച്ച് ചെറിയ ചൊളയായി, ചക്കച്ചൊളയായിന് കുറച്ച്. എങ്ങനെയായാലും ടേസ്റ്റാണ് ഇത്, ഈ സാധനം. അങ്ങനെ കുറച്ച് നല്ലോണം ഇട്ടത് പുറത്തേക്ക് കളയലോടൂ. ആ ചോറിന് മുകളിലേക്ക് ഇട്. മതി. ചിക്കൻ നോക്കറ. കുക്കറിലാ വേവിച്ചിന്. അച്ഛന് വേഗം തിന്നാൻ പറ്റും. നമ്മൾ ബന്ധിനി അച്ഛൻ തിന്നു, അമ്മക്കാണ് പല്ലില്ലാതാ. അമ്മക്കാണ് വലിയ അച്ഛൻ ചിക്കൻ പസ്തായി എന്നാ പറയുന്നു. അതെല്ലാം ബന്ധിച്ചമ്മേ, മറ്റേതുപോലെ തന്നെ. അതാണ് ഞാൻ. അമ്മ ചിക്കൻ തിന്നുവാ? രസമുണ്ടാ? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മ അടുപ്പിലാക്കിട്ടേ ഒന്നും വലിച്ചു കിട്ടില്ല. അത് കുക്കറിലാകുമ്പോ നല്ലോണം ബന്ധിനി അല്ലേ? ബന്ധിയല്ല, ഉറപ്പൊന്ന് പോവല്ലേ കുക്കറിലാകുമ്പോ. മറ്റേ നല്ലോണം പോവും. ചക്കപ്പോ നോക്കിയാ സാരമില്ല. എന്തായാലും ചക്കപ്പോതല്ലേ? ചക്കപ്പോലമ്മ എന്താ ഒരു ചോള നോക്കറ. ഞാൻ കുത്തി അടച്ചിനത് വലിയ ചോളയാണ്. വലിയ ചോളയായി. ഇത് ചാറ് രസൂലേ? ഓച്ചാ ചാറ് രസൂലേ? നല്ല രസമുണ്ട്. രസമുണ്ടല്ലോ. അച്ഛൻ നല്ല രസമുണ്ട് പറഞ്ഞ പിന്നെ രസമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞ അമ്മ. അമ്മയുടെ അടുത്ത് പ്രത്യേക സ്റ്റൈലാണല്ലേ? അച്ഛനാണ് 100-ൽ 100 മാർക്ക്. അമ്മേന്റെ അത്ര. എനിക്കോ? എനിക്കത്ര മാർക്ക്? അച്ഛനെ പോലെ തന്നെ. രണ്ടുപേരിലോണ്ട് തിന്നല്ലേ? ഞാൻ സംശയം ചോദിച്ചോട്ടെ, നീ രണ്ടുപേരിലോണ്ട് തിന്നു? അത് തിന്നുന്നാളെയല്ല കേട്ടാ. ഇങ്ങനെ തന്നെ വരുന്നവരും ഉണ്ട്, മെല്ലെ തിന്നുന്നവരും ഉണ്ട്, സ്പൂണും തിന്നുന്നവരും ഉണ്ട്. നീ കംപ്ലീറ്റ് എല്ലാം വാരി ഒപ്പം തിന്നല്ലേ? അതൊരു സ്റ്റൈലല്ലേ? ഒരാൾ സ്റ്റൈലാ ഓരോന്നും. അച്ഛനൊന്നും പ്രത്യേക സ്റ്റൈലല്ലേ വേറെ? തൂക്കിട്ടാ തിന്നലേന്ന് പറയുന്നുണ്ട് നാരായണന്റെ ഫ്രണ്ടുക്കളെല്ലാം അധികം പറയുന്നുണ്ട്. സാരില്ല, അച്ഛൻ തിന്ന നല്ല സ്റ്റൈലാണ്. എന്നാ ഞാനും കഴിക്കട്ടെ, നമുക്ക് വിശന്ന് നിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ കിടക്കുന്നുണ്ട് ഇതെല്ലാം. കാന്താരി എടുത്ത് ഞാൻ ഇടണേ, സാമ്പാറിലൊന്ന് ഞെടി കൊടുക്കാം. അച്ഛൻ പറിച്ചോണ്ടുന്ന കാന്താരിയാണ്, നല്ല കാന്താരി.
കാന്താരി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ മാറും. നമ്മൾ ചിക്കൻ കറി, ചിക്കൻ കറി. കറി നല്ല രസമുണ്ട്. അത് സാർ നല്ല രസമുണ്ട്. ചിക്കൻ്റെ ഒരു കഷ്ണം എടുക്കാം. കുക്കറിലിട്ടുകൊണ്ട് നല്ല സോഫ്റ്റായി ഇറച്ചിയെല്ലാം അല്ലേ? നല്ല പദം വന്നു. അതിന് തന്നെ കുക്കർ രണ്ട് വെച്ചിട്ടാ. ചക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതേ. സ്വന്തം നോക്കാം എങ്ങനെ വെച്ചാൽ ഇത് ടേസ്റ്റാണ്. അമ്മ ഒന്ന് താറ്റ കൊടുത്തേ. അച്ഛാ താറ്റ. താറ്റ. നമ്മുടെ കഴിക്കട്ടെ. ഓക്കെ താറ്റ കൊടുത്തു.